Hello everyone, it's me Sabita Charles from Poothurans. 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന ആ 40s തന്നെയാണ്, കുറച്ച് ഡാർക്കർ ടോണിലാണ്. ഡാർക്കർ അല്ല, കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ടോണിലാണ്. പേസ്റ്റൽ കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളറോ ഒന്നുമല്ല, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ കളേഴ്സിലാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റും ആണ് കേട്ടോ, ഒരേ പ്രിൻ്റൊന്നും അല്ല. അസോർട്ടഡ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ പ്രിൻറ്റും ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എപ്പോഴും കൊണ്ടുവരുന്ന പോലെ 95 rupees 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കാണുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ കളറാണ്. ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിൻ്റാണ്, സ്ക്രീൻ പ്രിൻ്റ് ആയിട്ട് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. 40s by 40s ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്കിത് നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ, കോട്ട് സെറ്റ്, മെറ്റേണിറ്റി വെയർ, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫാബ്രിക് യൂസ് ചെയ്യാം. ലൈനിങ്ങിൻ്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. വൺ സൈഡിനകത്തായിട്ട് ബോർഡറും കളറും എല്ലാം ഇതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പലാസോ പോലത്തെ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടിൽ വെയർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിലാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഡിസൈൻ പോകുന്നത്. സ്ട്രൈപ്പ് അല്ല ഡിസൈൻ, പക്ഷേ നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേണിലാണ് അതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. റെഡ് കളറിനകത്തേക്ക് ക്രീം കളറിലുള്ള പ്രിൻ്റാണ് പോകുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ പ്രിൻ്റ് എല്ലാം ക്ലിയർ ആകും. സ്ക്രീൻ പ്രിൻ്റാണ്. പിന്നെയും വന്നിട്ടുള്ളതൊരു നമ്മൾ ആദ്യം കണ്ട ഒരു ഓറഞ്ചിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ടോണിലാണ്. ഈ ഫ്രൂട്ട്സൊക്കെ, മാങ്ങയൊക്കെ പഴുത്ത് കഴിയുമ്പോൾ വരുന്നൊരു കളറില്ലേ, ആ ഒരു കളറിലേക്കാണ് ഇത് വരുന്നത്. ഇപ്പോൾ കണ്ട റെഡിൻ്റെ അതേ പ്രിൻ്റാണ് പ്രിൻ്റായിട്ട് പോകുന്നത്. അതായത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോലെയാണ് ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. അതിനകത്ത് തന്നെ ഗ്രീനും ക്രീമും കളറിലൊക്കെയുള്ള പ്രിൻ്റാണ് ക്ലോസിൽ കാണിക്കുമ്പോൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്കിനകത്തേക്ക് ഒരു മെറൂൺ കളറിലുള്ള പ്രിൻ്റാണ്, ഒരു അജ്രക് പാറ്റേണിലുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ബോർഡർ പോകുന്നുണ്ട്. പിന്നെയും വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കണ്ടതുപോലത്തെ തന്നെയുള്ള കളറിലാണ്. ഒരു ബാത്തിക് സ്റ്റൈലിന് മാച്ച് ചെയ്യാവുന്ന ഒരു പ്രിൻ്റ് തന്നെയാണ്. ഇങ്ങനെയാണിത് വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. ആ ഒരു മാമ്പഴം മഞ്ഞ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഓറഞ്ച് എന്ന് പറഞ്ഞില്ലേ, ആ കളറിന് മാച്ച് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതൊരു ജാലി പാറ്റേണിലുള്ള പ്രിൻ്റാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് നൈറ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. നൈറ്റിക്ക് മാത്രമല്ല, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതും ഈ 40s by 40s ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു കളർ നമുക്ക് വരുന്നത്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ബോർഡർ പോകുന്നുണ്ട്. ലൈനിങ് വേണ്ട, അതുകൊണ്ട് നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാം. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.